ഇപ്പോൾ ANI അഹമ്മദാബാദ് പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ട് ANI ആണ് ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സീറ്റ് നമ്പർ 11A-യിൽ ഇരുന്ന രമേഷ് എന്ന് പറയുന്ന പാസഞ്ചർ, അദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു. 38 വയസ്സുകാരനായ രമേഷ് വിശ്വകുമാർ എന്നുള്ള 11A സീറ്റിൽ ഇരുന്ന ആളാണ് എമർജൻസി എക്സിറ്റ് വഴി പുറത്ത് രക്ഷപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നിസ്സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ. ANI പറയുന്നത് അദ്ദേഹം ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിലാണ്, ചികിത്സയിലാണ് എന്നാണ്. ഈ അപകടത്തെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ കാര്യമായ പരിക്കിൽ അദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ANI പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹം നടന്നു പോകുന്ന ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി, അങ്ങനെയാണെങ്കിൽ ഒരു മിറാക്കിൾ രക്ഷപ്പെടൽ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ രമേഷിൻ്റെ 11A സീറ്റിലിരുന്ന ആ യുവാവിൻ്റെ രക്ഷപ്പെടലിനെ പറയേണ്ടി വരും. നേരത്തെ പുറത്തു വന്ന വിവരം ഈ അപകടത്തിൽ യാത്രക്കാരായ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം ഗുജറാത്ത് പോലീസ്, അഹമ്മദാബാദ് പോലീസ് തന്നെ ANI അടക്കമുള്ള മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുന്നത് തങ്ങൾക്ക് അത്തരത്തിലൊരു വിവരം കിട്ടുകയും ഈ അപകടത്തിൽപ്പെട്ട 11A സീറ്റിൽ യാത്രക്കാരനായിരുന്ന ഒരാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എന്ന് തന്നെ പറയേണ്ടി വരും. വിമാനത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഈ രമേശ് ആകുന്നു എന്നുള്ള വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ എമർജൻസി എക്സിറ്റ് വഴി ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നാൽ കൂടുതൽ പേർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണ്ടേ? തീർച്ചയായും അത്തരം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് സ്മൃതി. അവിടെ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. ഇത് ഒരു ജനവാസ ഏരിയയിലേക്ക്, അതായത് മെഡിക്കൽ ഡോക്ടർമാരടക്കമുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അവിടെയുള്ള കുറേയധികം ആളുകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത് എന്നതടക്കമുള്ള ഒരു വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ വിമാനത്തിൽ നിന്ന് ഈ യാത്രക്കാരായിരുന്ന ഒരാൾ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. 11A സീറ്റിലിരുന്ന രമേഷ് എന്ന് പറയുന്ന യാത്രക്കാരനാണ്. 38 വയസ്സുള്ള അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടതായി, താൻ ഈ വിമാനത്തിലെ യാത്രക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലീസിനെ ബന്ധപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ അപകടത്തിന്റെ ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് ദൃശ്യങ്ങൾ കാണിക്കുന്നു രക്ഷപ്പെട്ട ഒരേ ഒരാൾ 38-കാരനായ രമേഷ്. അയാൾ നടന്ന് തന്നെയാണ് പോകുന്നത്. അല്പം നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നൊഴിച്ചാൽ വലിയ പരിക്കുകളില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണത്. ആ സമയത്ത് എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെടാൻ തോന്നുക, ആ സമയത്ത് ആ ആലോചന ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ ആകുന്നു എന്നുള്ളത് ഈ വലിയ ദുഃഖവാർത്തക്കിടയിലും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ അപകടത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉള്ള ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് കൂടി, അതിനകത്തു നിന്നുള്ള ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് കൂടി ഈ രമേഷിനെ ബാക്കി വെക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഈ ഒരു മിറാക്കിൾ സർവൈവർ എന്ന വാക്ക് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുമപ്പുറം ഒരു വാക്ക് സ്മൃതി നമുക്ക് ഈ ഒരു രക്ഷപ്പെടലിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്ര വലിയൊരു ദുരന്തം, അതിൽ സഞ്ചരിച്ച ഭൂരിഭാഗം ആളുകളും മരിച്ചിരിക്കുന്നു. അല്പം മുമ്പ് വരെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മുഴുവൻ യാത്രക്കാരും ആ അപകടത്തിൽ ഓർമ്മയായി എന്നാണ്. പക്ഷേ അത്ഭുതകരമായി അതിൽ ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിലും ഒരു ആശ്വാസ കാഴ്ചയായി ഇപ്പോൾ മാറുന്നത്. എങ്ങനെ സാധിച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമുക്കൊരു അതിനകത്ത് ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യം. നിമിഷങ്ങൾക്കകം പറന്നുയർന്ന 2 മിനിറ്റിനകം തന്നെ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ സമയക്രമം അനുസരിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാനാകുന്നത്. ഒരു വലിയ തീഗോളം ഉയരുന്നത് അതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പിന്നെ കാണുന്നത് നിലത്ത് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനാകില്ല, പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്, കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ. അതിനിടയിൽ നിന്നും ഒരാൾക്ക് ജീവനോടെ പുറത്തിറങ്ങാനായി എന്നുള്ളത് ഭാഗ്യം എന്ന വാക്കുകൊണ്ട് മാത്രമാണോ അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്നറിയില്ല. ഏതായാലും അതൊരു വലിയ ഒരു കാര്യം കൂടിയാവുകയാണ്. ഈ അപകടത്തെക്കുറിച്ച് വിമാനത്തിൻ്റെ അകത്തെ അവസ്ഥ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ ഒരാളെ അവശേഷിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരേ ഒരാൾ, ആ രക്ഷപ്പെട്ട അത്ഭുതകരമായി ജീവൻ തിരിച്ചു കിട്ടിയ ഒരേ ഒരാൾ, അദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ മറ്റാരോ ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം ഇപ്പോഴും ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അവിടെ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കണ്ടെത്തുകയും വാർത്താ ഏജൻസികളെ ഈ വിവരം അറിയിക്കുകയും ചെയ്തത്. മുഴുവൻ ആളുകളും മരിച്ചിട്ടില്ല, ഒരാൾ ബാക്കിയുണ്ട്.
അദ്ദേഹം ഇപ്പോൾ 11A സീറ്റിലിരുന്ന രമേശ് അജയ്കുമാർ എന്ന യാത്രക്കാരനാണ്. അദ്ദേഹം ആശുപത്രിയിലുണ്ട്. അദ്ദേഹത്തിന് പരിക്കുകളുണ്ട്. പക്ഷെ അദ്ദേഹം നടന്നു തന്നെയാണ് പോകുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം വരികയും ചെയ്യുന്നുണ്ട്. എമർജൻസി എക്സിറ്റ് വഴി അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ഈ ദുരന്തത്തിൻ്റെ എല്ലാത്തിൻ്റെയും സാക്ഷിയായി ഒരാൾ ഇപ്പോൾ ബാക്കിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വലിയ ദുരന്തത്തിനിടയിൽ നമുക്ക് ഒരു ജീവൻ പരിക്കുകളില്ലാതെ, വലിയ പരിക്കുകളില്ലാതെ തിരികെ കിട്ടി എന്നുള്ള ഒരു ചെറിയ ആശ്വാസം കൂടിയുണ്ട്. സ്മൃതി, ഇപ്പോൾ ബാക്കി മരണസംഖ്യയൊക്കെ ഒരു പക്ഷേ ഇനിയിപ്പോൾ ആശുപത്രികളിലൊക്കെ പരിശോധനകൾ, പരിക്ക് പറ്റിയ ആളുകളുടെയൊക്കെ പരിശോധനകൾ, പല മൃതദേഹങ്ങളും ഇപ്പോഴും തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ചിന്നിച്ചിതറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രിയൊക്കെ അവിടെ വന്ന് അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് മരണസംഖ്യയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ആ കണക്കുകൾ, പരിശോധനകൾ നടക്കട്ടെ എന്നുള്ളതാണ്.